ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ജൂലൈ 2. കേരളത്തിലെ അനുഗ്രഹീത കഥാകൃത്താണ് ശ്രീ പൊൻകുന്നം വർക്കി. 1910 ജൂലൈ 1 ജനിച്ച പൊൻകുന്നം വർക്കി 2004 ജൂലൈ 2 94 വയസ്സിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു. മലയാള ഭാഷയിലെ ശ്രദ്ധേയനായ ഒരു കഥാകൃത്താണ് പൊൻകുന്നം വർക്കി. ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചതെങ്കിലും വളരെ ചെറുപ്പത്തിൽ തന്നെ പൊൻകുന്നം വർക്കിയുടെ കുടുംബം കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തേക്ക് താമസം മാറ്റി. മലയാള ഭാഷയിൽ ഹയർ വിദ്വാൻ ബിരുദം നേടിയ ശേഷം അധ്യാപകനായി ജോലിയിൽ ചേർന്നു. തിരുമുൽക്കാഴ്ച എന്ന ഗദ്യ കവിതയുമായാണ് 1939 പൊൻകുന്നം വർക്കി സാഹിത്യ രംഗത്തേക്ക് കടക്കുന്നത്. കഥകൾ എഴുതിയതിൻ്റെ പേരിൽ വർക്കിയെ അധ്യാപക ജോലിയിൽ നിന്നും പുറത്താക്കി. ദിവാൻ സർസിപ്പിയെ വിമർശിച്ച് മോഡൽ എന്ന കഥ എഴുതിയതിൻ്റെ പേരിൽ 1946 പൊൻകുന്നം വർക്കിയെ 6 മാസത്തേക്ക് ശിക്ഷിച്ച് ജയിലിൽ കിടക്കേണ്ടി വന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സെക്രട്ടറിയായി 5 കൊല്ലം പ്രവർത്തിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെയും സ്ഥാപകരിൽ പ്രധാനിയാണ് പൊൻകുന്നം വർക്കി. 24ഓളം കഥകൾ, 17 നാടകങ്ങൾ, 1 നോവൽ, ആത്മകഥ അടക്കം 50ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു. അദ്ദേഹത്തിൻ്റെ ശബ്ദിക്കുന്ന കലപ്പ എന്ന കഥയിലൂടെ ഒരു എത്തിനോട്ടം നടത്തുകയാണ് ഈ ചരമദിനത്തിൽ. പൊൻകുന്നം വർക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയാണ് ശബ്ദിക്കുന്ന കലപ്പ. എല്ലാവരും വായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. മണ്ണിനോടും സഹജീവികളോടും അടങ്ങാത്ത സ്നേഹത്തിൻ്റെയും സ്വന്തം കാളയോടുള്ള ആത്മബന്ധത്തിൻ്റെയും കരളലിയിപ്പിക്കുന്ന കഥയാണ്. സ്വന്തം മകൾ കത്രിക്കുട്ടികളോടുള്ള സ്നേഹം പോലെ തന്നെയാണ് സ്വന്തം കാളയായ കണ്ണനോടും ഔസേപ്പിൻ്റെ സ്നേഹം. കാള എന്ന് ഒരിക്കലും പറയുകയില്ല, കണ്ണ കണ്ണ എന്നേ വിളിക്കൂ. ചാരനിറമുള്ള ഉടൽ നീളമുള്ള കണ്ണനോട് അത്ര കണ്ട് സ്നേഹമാണ് ഔസേപ്പിന്. അത് കാളക്കുമറിയാം. അതുകൊണ്ട് ഒരിക്കലും അടിക്കാറില്ല. കണ്ണനെ കൊണ്ട് വയൽ ഉഴുതുമറിക്കുമ്പോൾ ഒരു കണ്ടം കഴിഞ്ഞ് അടുത്ത കണ്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഔസേപ്പ് പറയും, എടാ ഒന്ന് നിൽക്കടാ, ഞാനൊന്ന് മുറുക്കട്ടെ. മുറുക്ക് കഴിയുന്നത് വരെ കാള അനങ്ങുകയില്ല. ഉഴുതു കഴിഞ്ഞ് കുളിക്കാൻ പോകുമ്പോൾ ഔസേപ്പ് പറയും, തെങ്ങും വാഴയും ഒന്നും കടിക്കാതെ വയറ് നിറക്കടാ. അതുപോലെ തന്നെ അനുസരിക്കും. തിന്നാനുള്ള തീറ്റ സാധനങ്ങൾ പരമാവധി ചതച്ചു കൊടുക്കും. കണ്ണ എന്ന് ഒന്ന് വിളിച്ചാൽ വിളികേട്ട് തലയുയർത്തി പിടിച്ചു നിൽക്കും. ഔസേപ്പ് എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ ഒരു പഴമോ ഒരു പഴത്തൊലിയോ എന്തെങ്കിലും കരുതി വെക്കും. അത് വെച്ചു കൊടുത്താൽ ഔസേപ്പിൻ്റെ കയ്യിൽ നിന്നും തന്നെ കണ്ണൻ തിന്നു. ഈ സമയത്ത് കണ്ണൻ്റെ ശരീരം അദ്ദേഹം തടവിക്കൊടുക്കും. തിരിച്ച് കണ്ണൻ്റെ ഉപ്പരസമുള്ള ഔസേപ്പിൻ്റെ ശരീരത്തിലെ വിയർപ്പ് നാക്കിക്കൊടുക്കും. ഇങ്ങനെ വർഷങ്ങളായി മകരക്കൊയ്ത്തും കന്നിക്കൊയ്ത്തും കഴിഞ്ഞു. കാലം കടന്നുപോയി. ഔസേപ്പിൻ്റെ മകൾ കത്രിക്കുട്ടിയുടെ വിവാഹം. സമൂഹത്തിലെ ദുരാചാരമായ സ്ത്രീധനം കൊടുക്കുവാൻ ഒരു മാർഗവും ഔസേപ്പിനില്ല. അവസാനം തൻ്റെ 7 സെൻറ്റ് സ്ഥലവും കണ്ണനെയും വിൽക്കാൻ തീരുമാനിച്ചു. വിൽപ്പന നടന്ന് കാളയെ കൊണ്ടുപോകുമ്പോൾ കയറ് പണം കൊടുക്കുവാൻ നോക്കുമ്പോൾ ഔസേപ്പിനെ കാണാനില്ല. കണ്ണനും ഔസേപ്പിനെ ചുറ്റുപാടും നോക്കി. കണ്ണൻ ഒന്ന് അമറി. അത് കേട്ടത് കൊണ്ടാകാം അകലെ പ്ലാവിൻ്റെ ചുവട്ടിൽ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഔസേപ്പിനെ കണ്ടു. അയാൾ കയറ്റുപണം വാങ്ങിയതേയില്ല. അതോടെ ജീവിക്കാൻ മാർഗമില്ലാതായി. ഒരു തുണ്ട് പച്ച മണ്ണിന് വേണ്ടി ദാഹിച്ച ഔസേപ്പ് മലബാറിലേക്ക് കുടിയേറാൻ തന്നെ തീരുമാനിച്ചു. മകൾ കത്രിക്കുട്ടിയുടെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിക്കാല് കണ്ടിട്ട് പോകാൻ കാത്തിരുന്നു. ആ സമയത്താണ് ആ വർഷത്തെ നോമ്പ് വരുന്നത്. വലിയ ആഘോഷം നടത്തേണ്ടതാണ്. എന്നാൽ ഒന്നും കയ്യിലില്ല. ഭാര്യ മറിയം കഷ്ടപ്പെട്ട് വെച്ച കുറി വന്ന 20 രൂപ ഔസേപ്പിനെ ഏൽപ്പിച്ച് മറിയം പറഞ്ഞു, പട്ടണത്തിൽ പോയി കത്രിക്കുട്ടിക്ക് 2 മുണ്ടും 2 ചട്ടയും എനിക്ക് 1 മുണ്ടും ചട്ടയും വാങ്ങാൻ ഏൽപ്പിച്ചു. പണം കയ്യിലില്ലാത്ത പ്രയാസം കൊണ്ട് മനമില്ലാ മനസ്സോടെ ഔസേപ്പ് കുടയും മടിയിൽ മുറുക്കാൻ പൊതിയുമായി പട്ടണത്തിലേക്ക് യാത്രയായി. പട്ടണത്തിലെത്തി 2-3 കടകളിൽ കയറി. വലിയ വില. വീണ്ടും വില കുറഞ്ഞു കിട്ടുമോ എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി റോഡിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് മുനിസിപ്പാലിറ്റി പരിസരത്ത് ഒരാൾക്കൂട്ടം. കുറേ കാളകളെയും കാണുന്നു. ശോഷിച്ച് എല്ലും തൂലുമായ പ്രായമായ കാളകൾ. പ്രായമായ കാളകളെ ഇറച്ചിക്ക് വിൽക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും കാളയുടെ ശരീരത്തിൽ മരണ മുദ്ര അടിക്കണം. അതിനുവേണ്ടി കൊണ്ടുവന്ന കാളകളാണ്. അയാൾ നടന്നുകൊണ്ട് കാളകളെ വീക്ഷിക്കുകയാണ്. നോക്കി നടക്കുമ്പോൾ ഒരു നിമിഷം അയാൾ നിന്നുപോയി. ഔസേപ്പ് ഞെട്ടി. കണ്ണിലിരുട്ട് കയറി ശരീരം വിറച്ചു. അയാൾ മന്ത്രിച്ചു, കണ്ണൻ. ഔസേപ്പ് കണ്ണൻ്റെ അടുത്തേക്ക് കുതിച്ചു.
ഔസേപ്പിന്റെ ശബ്ദം കേട്ട് കണ്ണൻ കോരിത്തരിച്ചു തല ഉയർത്തി നോക്കി. മകനെ, നീ എന്നെ മറന്നോ? ഔസേപ്പ് കാളയെ തഴുകി. കണ്ണൻ അയാളെ നക്കാൻ തുടങ്ങി. കണ്ണന്റെ ശരീരത്തിലെ വ്രണത്തിൽ ഈച്ച നിറഞ്ഞിരിക്കുന്നു. ഔസേപ്പ് എല്ലാം മറന്ന് തൻ്റെ കയ്യിലുള്ള 20 രൂപ കൊടുത്ത് കണ്ണനെ വാങ്ങി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ടൗണിൽ തുണി വാങ്ങാൻ പോയ അച്ഛനെ കാത്ത് ഭാര്യയും മകളും. ഇന്ന് തന്നെ തുണി തയ്യൽക്കാരനെ ഏൽപ്പിച്ച് തയ്യിപ്പിക്കണം. നാളെ രാവിലെ കത്രിക്കുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതാണ്. സമയം അതിക്രമിച്ചു. കാത്തിരിപ്പിൽ വിരാമം ഇട്ടുകൊണ്ട് വഴിയിൽ നിന്നും ശബ്ദം കേട്ടു. ഔസേപ്പും പിന്നാലെ കണ്ണനും. വീട്ടിലെത്തി. അല്ല, ഇത് നമ്മുടെ കണ്ണനല്ലേ? മകളുടെ ചോദ്യം. മറിയത്തിന് കാര്യം മനസ്സിലായി. ചട്ടിയും തുണിയുമില്ല. ബഹളത്തോട് ബഹളം. അച്ഛൻ ചതിച്ചു എന്ന് പറഞ്ഞ് കത്രിക്കുട്ടിയുടെ നീണ്ട കരച്ചിൽ. അപ്പോൾ ഔസേപ്പ് പറഞ്ഞു, എനിക്ക് നിന്നെപ്പോലെ തന്നെയാണ് എൻ്റെ കണ്ണനും. അയാൾ കാളയെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി. വ്രണത്തിനുള്ള മരുന്ന് തയ്യാറാക്കി. ആ രാത്രി എങ്ങനെയെല്ലാമോ തള്ളി നീക്കി. കിഴക്ക് വെള്ളകീറിയപ്പോൾ അയാൾ കണ്ണൻ്റെ വ്രണത്തിൽ പുരട്ടാനുള്ള മരുന്നുമായി തൊഴുത്തിലേക്ക്. കണ്ണൻ നിവർന്നു കിടക്കുന്നു. കണ്ണാ കണ്ണാ! ഔസേപ്പിൻ്റെ നിർത്താതെയുള്ള വിളി. കണ്ണൻ ഉണർന്നില്ല. തൊഴുത്തിലെ ചുക്കില പിടിച്ച കലപ്പയിലിരുന്ന് പല്ലി ചിലച്ചു. ശബ്ദിക്കുന്ന കലപ്പ. സഹജീവി സ്നേഹത്തിൻ്റെ, മനുഷ്യ സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ഈ കഥ. പൊൻകുന്നം വർക്കിക്ക് പത്മപ്രഭാ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, മുട്ടത്ത് വർക്കി പുരസ്കാരം എന്നിവയെല്ലാം ലഭിച്ചിട്ടുണ്ട്. അവാർഡ് ഏറ്റുവാങ്ങുന്ന യോഗത്തിൽ പൊൻകുന്നം വർക്കി പറഞ്ഞു, മയങ്ങിക്കിടക്കുന്ന മൂർഖനാണ് ഞാൻ. അവാർഡ് പോലുള്ള സാമ്പത്തിക സഹായങ്ങൾ തന്നാൽ ആർക്കും എന്നെ ചോരയാക്കുവാൻ കഴിയുകയില്ല എന്ന് ആരും കരുതേണ്ട. സ്നേഹിയായ പൊൻകുന്നം വർക്കി പൗരോഹിത്യം തനിക്കായി കരുതി വെച്ച തെമ്മാടിക്കുഴി ഒഴിവാക്കി സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ അടക്കം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചു. പൊൻകുന്നം വർക്കിയുടെ വീട്ടുപറമ്പിൽ തന്നെയാണ് ശവക്കല്ലറ ഒരുക്കിയത്. മലയാള സാഹിത്യത്തിൽ വിപ്ലവത്തിൻ്റെ ഇടിമുഴക്കം സൃഷ്ടിച്ച് അക്ഷരങ്ങളെ ജനകീയ പോരാട്ടങ്ങളുടെ ആയുധമാക്കി മാറ്റിയ ധീരനായ എഴുത്തുകാരൻ. മലയാള ചെറുകഥയെയും നാടകത്തെയും ജനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അധ്വാനിക്കുന്ന താഴെത്തട്ടിലുള്ള മനുഷ്യരിലേക്ക് ഇറക്കി നടത്തിയ എഴുത്തുകാരനാണ് പൊൻകുന്നം വർക്കി. സാഹിത്യം കേവലം സൗന്ദര്യാസ്വാദനത്തിനോ ഉല്ലാസത്തിനോ ഉള്ളതല്ല, മറിച്ച് സമൂഹത്തിലെ അനീതികൾക്കെതിരെ ഉള്ള വിരൽ ചുണ്ടാനുള്ളതാണെന്ന് എഴുത്തിലൂടെ തെളിയിച്ചു. ഞാനൊരു മനുഷ്യനാണ്, ആ മനുഷ്യൻ്റെ വേദനകളാണ് എൻ്റെ സാഹിത്യം എന്ന് ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കാൻ പോന്ന ആർജവം പൊൻകുന്നം വർക്കി ഉണ്ടായിരുന്നു. അക്ഷരങ്ങളിലെ വിപ്ലവം സാമൂഹ്യ തിന്മകൾക്കെതിരെയും കപട സദാചാരത്തിനെതിരെയും മതമേലധ്യക്ഷന്മാരുടെ ചൂഷണങ്ങൾക്കെതിരെയും അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാതെ പോരാടി. മന്ത്രവാദി, മോഡൽ, അന്തോണി, നീയും ക്രിസ്ത്യാനിയോ തുടങ്ങിയ കഥകളിലൂടെ ആ കാലത്തെ യാഥാസ്ഥിതിക സാമൂഹിക അടിത്തറ ഇളക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദിവാൻ ഭരണത്തിൻ്റെ അടിച്ചമർത്തലുകൾക്കെതിരെ പൊൻകുന്നം വർക്കി ഉയർത്തിയ ശബ്ദം അന്നത്തെ ഭരണകൂടത്തെ പോലും ഭയപ്പെടുത്തിയിരുന്നു. പ്രകൃതിയും മനുഷ്യനും, മനുഷ്യൻ്റെ വേദനകൾ മാത്രമല്ല മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴവും അദ്ദേഹം ആവിഷ്കരിച്ചു. ട്രാക്ടറുകളും ആധുനിക യന്ത്രങ്ങളും കൃഷിയിടങ്ങൾ കീഴടക്കുന്ന കാലത്ത് ശബ്ദിക്കുന്ന കലപ്പ നൽകുന്ന പരിസ്ഥിതി ബോധവും ജീവകാരുണ്യവും ഏറെ പ്രസക്തമാണ്. അതുപോലെ തന്നെ മലയാള നാടകവേദിയെ ജനകീയമാക്കുന്നതിന് അദ്ദേഹം വലിയ പങ്കാണ് വഹിച്ചത്. പൊൻകുന്നം വർക്കി വിട പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ വരികൾക്കിന്നും തീക്ഷ്ണത കുറഞ്ഞിട്ടില്ല. ഭയമില്ലാതെ സത്യം വിളിച്ചു പറയാൻ എഴുത്തുകാരും കലാകാരന്മാരും മടിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ പൊൻകുന്നം വർക്കിയുടെ ജീവിതവും എഴുത്തും നമുക്ക് വലിയ പാഠപുസ്തകമാണ്. വിപ്ലവകാരിയും എഴുത്തുകാരനും സർവോപരി മനുഷ്യസ്നേഹിയുമായ ശ്രീ പൊൻകുന്നം വർക്കിയുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.